ചേട്ടാ, ഞാൻ പറയുമ്പം വേറൊന്നും വിചാരിക്കാൻ പാടില്ല. നമ്മുടെ സത്യൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റും. ശരിയായി, ഇന്നലെ നേതാക്കന്മാരെല്ലാം വന്നപ്പോൾ ഞാൻ സമ്മതിച്ചതാണ്. പക്ഷെ എന്നാലും ചേട്ടാ, നിങ്ങളെ കീഴില ഞാനും ഓൻ വളർന്ന് അല്ലേ? എല്ലാം പഠിച്ചതും ഒരു പായ കിടന്ന് ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച് ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ വളർന്നു. മുമ്പേ അവൻ്റെ അനിയൻ മരണപ്പെട്ട വേദന തന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ കുടുംബത്തിൻ്റെ അത് നീറ്റിൽ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ശരിയാ, 2 വർഷത്തോളമായിട്ട് നമ്മുടെ പാർട്ടിക്ക് അവൻ ബിരുദം തന്നെ സമ്മതിച്ചു. പക്ഷെ അതിന് നമ്മളൊരു കാരണമല്ലേ ചേട്ടാ. ആളറിയാതെ അവൻ്റെ അനിയൻ കൊല്ലപ്പെട്ടു. ആ സത്യം ബിജുവാട്ടിനും എനിക്കും മാത്രം അറിയുന്നൊരു സത്യമാണ്. ഞാനിതുവരെ ആരോട് പറഞ്ഞിട്ടില്ല. ബിജുവാട്ടാ, അങ്ങനെയാണെങ്കിൽ ബിജുവാട്ടിനെ എനിക്ക് സംശയിച്ചൂടെ? പാർട്ടിക്ക് സംശയിച്ചൂടെ? അങ്ങനെ ഒരു ഭർത്താവെന്ന് പറയണ്ട. നിങ്ങളെ കണ്ടി പറ്റി തെളിഞ്ഞ ഒരാളെ അതുകൊണ്ട് എനിക്ക് അപ്പേടിയില്ല. വാളെടുത്താൽ വാളെടുത്ത് തന്നെയാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. ബിജുവാട്ട ഒരുപാട് സ്നേഹത്തോടെയും നിങ്ങൾ തന്ന ചങ്കുറപ്പിൻ്റെ ബലത്തിനും പറയാം. നിങ്ങൾ എന്നെ ഒരു വെട്ട് വെട്ടിയ 3 വെട്ടി ഞാൻ വെട്ടിയിരിക്കും. എന്നാലും ഓനെയും വെട്ടുകയല്ല. അതാണ് സഖാവിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അവന് തീർത്ത് കെട്ടുക എന്ന ഒറ്റ തീരുമാനം ഇതിന് പോകുമ്പോഴായിട്ടുള്ള ഒന്ന് ആലോചിച്ചൂടെ സഖാവ്? അവൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്യും? അല്ല, അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആരുടെ കാല് വേണമെങ്കിലും പിടിക്കാൻ ഞാൻ അവനോട് പറയാം. അതിനവൻ സന്നദ്ധനുമാണ്. എന്നെക്കൊണ്ടത് പറ്റില്ല സഖാവ്. അവൻ എൻ്റെ കൂടപ്പിറപ്പ് പോലെ, മാത്രമല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റില്ല. സഖാവ് ഒന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ കൊള്ളായിരുന്നു. ഇതെൻ്റെ ഒരു അപേക്ഷയല്ല. ഇത് സഖാവിൻ്റെ മാത്രം തീരുമാനമാണോ അതോ പാർട്ടിയുടെ തീരുമാനമാണോ? രണ്ടിലേതായാലും അത് നടക്കാൻ പോകുന്നില്ല. ഈ ഞാനുള്ളവരേക്കും ഒരിക്കലും അത് നടക്കില്ല. എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ അവനെ രക്ഷിക്കും. സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്ക്, അപ്പോഴറിയും വിവരം. സഖാവേ, ലാൽസലാം. സാറ് പറഞ്ഞതൊക്കെ ഫോണിൽ പറഞ്ഞൊക്കെ ഞാൻ കേട്ട്. പക്ഷെ സാറേ, നമ്മൾ പഴയ കാലമല്ല. ഈ രാജേന്ദ്രനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പ്രസ്ഥാനത്തിനെതിരെ അയാളൊന്നും ചെയ്തിട്ടില്ല. അയാൾ ആകെ ചെയ്തത് സാറിനെതിരായിട്ടാണ്. അതായത് ആ സഹകരണ ബാങ്കിൻ്റെ ഒരു പ്രശ്നം. ആക്ച്വലി അതിൻ്റെ കുറ്റക്കാരൻ സാറാണ്. സാറിനെ കാട്ടിക്കൊടുത്തത് രാജേന്ദ്രനാണ്. അവസാനം നിങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്ന് രാജേന്ദ്രനെ നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കി അല്ലേ? അതല്ല സത്യം. ഞങ്ങൾക്കും അറിയാം സാറേ, കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളും പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, പഴയ കാലമൊന്നുമല്ല. രാജേന്ദ്രൻ ഇപ്പോൾ പുതിയ പാർട്ടിയിലാണ്. അയാൾ ആ പാർട്ടിയിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ എത്തി നിൽക്കുന്ന ഒരാളാണ്. സാറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രതികാരത്തിന് വേണ്ടി ഒരാളെ കൊല്ലുന്നത് പറഞ്ഞാൽ മോശമാണ്. ഞാനതിന് കൂട്ടിക്കില്ല. കാരണം ഞാനും രാജേന്ദ്രനും ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ച് വളർന്നവരാണ്. അപ്പം അതുകൊണ്ട് വേണ്ട. പിന്നെ സാറ് വിചാരിക്കും പോലെ സാറിൻ്റെ 2 മക്കളും 2 ആൺകുട്ടികളും സേഫാണ്, മകളും സേഫാണെന്നൊക്കെ വിചാരം മാത്രം മതി. രാജേന്ദ്രനെ എന്തെങ്കിലും സംഭവിച്ചാൽ സാറിൻ്റെ 2 മക്കളും
കയ്യും ഉണ്ടാവില്ല, കാലും ഉണ്ടാവാതെ വന്ന് നാട്ടിൽ ഇവിടെ സാറ് കാണേണ്ടി വരും. സാറിന് അയാളൊന്നും ചെയ്യില്ല, അത് പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ നേർക്ക് ഒരിക്കലും എൻ്റെ കൈകൾ ഉയരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അയാളുടെ സന്മനസ്. അപ്പോൾ അതുകൊണ്ട് വേണ്ട സാറേ, പഴയ കാലമൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാം നേതാക്കന്മാരെല്ലാവരും, എല്ലാ നേതാക്കന്മാരും കോടീശ്വരന്മാരാണ്. ഇതൊക്കെ എവിടെ നിന്നായി ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ പാരമ്പര്യമായിട്ടോ കുടുംബപരമായിട്ടോ സാധാ കുടുംബത്തിൽപ്പെട്ടവരാണ്. പക്ഷേ ഈ നമ്മൾ കേരളത്തിൽ കാണുന്ന എല്ലാ നേതാക്കന്മാരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും കോടീശ്വരന്മാരാണ്. എങ്ങനെയായത്? അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടി സാധാരണക്കാരൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു സാറേ. പഴയ കാലമല്ല. ഇനിയും നിങ്ങൾ പറയുന്ന എന്തും അനുസരിക്കുന്ന കുറേ അടിമകളെ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. അവർ മാത്രമേ നിങ്ങൾ പറയുന്നത് കേൾക്കുള്ളൂ. സാധാരണക്കാരൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പഴയ പോലെ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ ആൾക്കാരെ കൊല്ലുന്ന ഈ സ്വഭാവം മാറ്റുന്നതാണ് നല്ലത്. ഓക്കെ, ഞാൻ പറഞ്ഞ സാറിന് മനസ്സിലായല്ലോ. എന്നോട് പറയണ്ട ഇത്, ഞാനത് ചെയ്യില്ല. രാജേന്ദ്രൻ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലേണ്ടി വരും. മനസ്സിലായല്ലോ സാറിന്? ഇനി സാറിന് പോവാം. സാർ എന്തായി പറയുന്നത്? അവനെ കൊല്ലാനോ? സാറിന് പറയാൻ എങ്ങനെ മനസ്സൊന്നും സാർ? അവൻ എൻ്റെ ഉറ്റ ചങ്ങാതി, സാറിന് അറിയില്ലേ അത്? പക്ഷെ എന്താ, അവനെ കൊല്ലാൻ എന്നോട് തന്നെ സാറിന് എങ്ങനെ മനസ്സൊന്നു സാർ? ഞാനും അവനും തമ്മിൽ ബന്ധം അത്രയുണ്ട് സാർ. സാറിന് പാർട്ടിക്കും അവൻ ശത്രുവായിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല സാർ. അവന് വേണ്ടി ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം, മാപ്പ് ചോദിക്കാം. അവനെ വെറുതെ പറ്റും പ്ലീസ്, ദയവായി. കുടുംബവും കുഞ്ഞു കുട്ടികളുമായിട്ട് കഴിയുന്ന അവനെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇത്രയും പറഞ്ഞിട്ടും സാറിന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സാറിൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല. അവനെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ചെയ്യാവുന്നതിൻ്റെ അങ്ങേ അറ്റം വരെ ഞാൻ ശ്രമിക്കും. അതിപ്പോൾ സാറിനോട് തെറ്റിയാലും വേണ്ടില്ല, സാറിനോട് യുദ്ധം ചെയ്തിട്ടാണെങ്കിലും ശരി. നേതാവിനെ വിളിച്ചു എന്ന് പറഞ്ഞു. എന്നോടെന്തിനാ നേതാവ് മുഖപുര? വളച്ചിട്ടാതെ കാര്യം പറ. വേണ്ട നേതാവേ, അത് വേണ്ട. അവന് നിങ്ങൾക്കറിയില്ലേ, ഒരു പാവം സാധു, 3 കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കാൻ പെടാപ്പാടുപെടുന്ന ഒരു പാവം മനുഷ്യനാണ് അവൻ. അവൻ്റെ കാര്യത്തിൽ ഈ തീരുമാനം നിങ്ങൾ പിൻവലിക്കണം പ്ലീസ്. പാർട്ടിയുടെ എന്ത് കാര്യത്തിനും ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഞാനും അവനും തമ്മിലുള്ള ബന്ധം. നിങ്ങൾ ഇതിൽ നിന്ന് അവനെ ഒഴിവാക്കണം പ്ലീസ്. നേതാവേ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടുള്ളതും ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. പലരെയും കൊല്ലാൻ നിങ്ങളോടൊപ്പം ഞാൻ കൂട്ടി നിന്നിട്ടുണ്ട്. പക്ഷെ ഇത്, ഞാനും അവനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞുകൊണ്ട് തന്നെ എന്നോട് നിങ്ങൾക്ക് ഇതെങ്ങനെ പറയാൻ തോന്നി? ഈ കൊല്ലം ഞാൻ ചെയ്യില്ല. ഞാൻ ചെയ്യില്ലെന്ന് മാത്രമല്ല, നിങ്ങളെ കൊണ്ട് ഞാൻ അത് ചെയ്യിപ്പിക്കില്ല. അവന്റെ നേരെ ആരെങ്കിലും കൈ പൊക്കിയ എന്റെ ശവത്തിൽ ചവിട്ടിയിട്ട് അവന്റെ ദേഹത്ത് തൊടൂ. ആർത്തിരിക്കാനോ സാബുനെ സാബുനൊക്കെ തീർക്കണമെന്ന് ചില സമയത്ത് എനിക്കും തോന്നാറുണ്ട്. സംഭവം ശരിയാണോ, നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗിയാണ്. ഞാനും ചില സമയത്തൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇവനാരെങ്കിലും പാണി കൊടുക്കണം. ചില സമയത്ത് മുഷിഞ്ഞ സ്വഭാവമാണ് അവൻ്റെ. പിന്നെ ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ സാറേ, പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം ചോര നീരാക്കി പണിയെടുക്കണം അവനെപ്പോലെ പണിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, സാറിനെ കൊണ്ടും പറ്റില്ല. പിന്നെ സാറിന് എന്ത് ചെയ്തിട്ടുണ്ട? സാറിൻ്റെ ഈ സ്ഥാനമാനമൊക്കെ ഇല്ലേ,
അവൻ തന്ന ഔദാര്യം ഇല്ലെന്ന് പറയാൻ പറ്റും സാറിന്. അവനാണ് സാറിൻ്റെ സ്ഥാനത്ത് ഇരിക്കേണ്ടത്. പക്ഷെ അവനത് ചെയ്തില്ല. അവനത് സാറിന് വിട്ടു തന്നില്ലേ. പിന്നെ നമ്മൾ ഈ നാട്ടിൽ കിടന്ന് അഴിമതിയും കച്ചറ പരിപാടിയൊക്കെ കാണിക്കുമ്പോൾ ചോദ്യം ചെയ്യാനാളുണ്ടാവും. അത് അവനെപ്പോൾ ഒരുത്തരാണെങ്കിൽ പോലും എന്തായാലും അവൻ ചോദ്യം ചെയ്തിരിക്കും. പക്ഷെ ഇതൊക്കെ അവനിൽ ജനങ്ങൾക്കുള്ള മതിപ്പ് കൂട്ടുന്നുണ്ട് സാറേ. അത് സാറ് മനസ്സിലാക്കണം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി, കാര്യത്തോടെ എടുക്കുമ്പേ ഞാനും അവൻ്റെ ഭാഗത്താണ്. കാരണം അവൻ പറഞ്ഞ അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. നമ്മൾ ഈ കിടന്ന് ഇവിടെ കിടന്ന് കസത്താണിക്കണ്ടേ, അത് സാറിൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. കാരണം എന്താ പറയാമോ, സാബുവിനെ പോലുള്ള ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ ജനങ്ങളിറങ്ങും. അതിൻ്റെ മുമ്പിൽ ഞാനും ഉണ്ടാകുന്ന വെച്ചോ സാറേ.